എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ഒരു മനുഷ്യൻ എന്തെല്ലാം കേട്ടു എന്നറിയോ? എന്തുമാത്രം കേട്ടു ഈ രണ്ട് പെമ്പിള്ളാരുടെ വായിന്ന് ഒരുപാടൊക്കെ കേട്ടു. പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും ശരി, ഈ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു സങ്കടം തോന്നുന്നുണ്ട്. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ നിമിഷമെന്ന് നമുക്ക് വേണമെങ്കിൽ തന്നെ പറയാം. ഷാനവാസും ആദിലയും നൂറയും ഇവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീന്. ഇതിൽ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് നിറയ്ക്കുകയാണ് ഷാനവാസ് ചെയ്യുന്നത്. തീർച്ചയായും ഈ ഒരു സീന് നമ്മൾ കാണുമ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും, ഇത്രയൊക്കെ അയാളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടും അയാൾ വീണ്ടും ഇവരെ സ്നേഹിക്കുകയാണ്. ഈ പറയുന്ന ഷാനവാസിനെ എവളുമാരിനി പറയാനായിട്ട് ഒന്നുമില്ല. ചെറ്റാന്ന് വരെ പറഞ്ഞു. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ചെറ്റ എന്ന് ഈ ഒരു ഷാനവാസിനെ ആദില നൂറമാർ പറഞ്ഞു. എന്നിട്ടും അയാൾ ഇപ്പോഴും അവരെ സ്നേഹിക്കുകയാണ്. നമ്മുടെയൊക്കെ ഹാർട്ടിനെ ടച്ച് ചെയ്യുന്ന, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത്. സീരിയസ്ലി നമുക്കിതൊരു മെമ്മറബിൾ മൊമെൻറ്റ് തന്നെയാണ് BBC സീസൺ 7 ഷാനവാസും ആദില നൂറയുടെയും. എനിക്ക് പക്ഷേ ഇവിടെ നൂറ, ആദില, ഷാനവാസ് ബോണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് പേര് ഇതിനെ പറഞ്ഞത് ഈ വീഡിയോയെ. പക്ഷെ എനിക്കിവിടെ റിയലി ഷാനവാസിനെയാണ് ഒരു റിയൽ ജെമ്മായിട്ട് തോന്നിയത്. ആദില അന്നും ഇന്നും അയാളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ അത് തന്നെയല്ലേ ക്ലിയർ ആയത്? അനീഷും ആര്യനും അനുവും ഒക്കെ പിറകെ നടന്ന് പറയണ കേട്ടിരുന്നു അയാളോടൊന്നും മിണ്ടാൻ. എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇവരുടെ ബോണ്ടെന്ന് പറയാൻ പറ്റുക? ഈ ബോണ്ടെന്ന് പറയുന്ന സാധനം അയാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അയാൾ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പം നമുക്ക് ആരും ഇല്ലാന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് നമ്മുടേത് മാത്രമായിട്ട് ഒരു സഹോദരനെ കിട്ടുക, അല്ലെങ്കിൽ ഒരു അച്ഛനെ കിട്ടുക, സഹോദരിയെ കിട്ടുക, അമ്മയെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ കിട്ടിയ ഒരു സഹോദരനാണ് ആദിലയ്ക്കും നൂറയ്ക്കും ഷാനവാസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കള്ളികളെന്ന് പറഞ്ഞാൽ ഇതുപോലെ കള്ളികളില്ല. ഷാനവാസിന്റെ ഫാൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രാങ്ക് കാരണം ആദില എന്ന് പറഞ്ഞ വ്യക്തി എക്സ്പോസ്ഡ് ആയി എന്നാണ്. ഏറ്റവും ഫേക്ക് കണ്ടസ്റ്റന്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആദില എന്ന് പറയുന്നത്. നൂറയും ഒപ്പം തന്നെ. എന്തു പറഞ്ഞാലും എനിക്ക് പക്ഷേ ഈ ഒരു സീക്രട്ട് ടാസ്ക് ഷാനവാസിന് കൊടുത്തത് ഓക്കെ, ഷാനവാസ് ഇത് പെർഫോം ചെയ്തത് ഓക്കെ. പക്ഷെ എന്തോ അനീഷിനെ അതിൽ ഉൾപ്പെടുത്താമായിരുന്നു ഷാനവാസിന്. എന്തുകൊണ്ടാണ് അനീഷിനെ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ, നെവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴൊക്കെ വളരെ കൂളായിട്ടിരുന്ന് കേട്ട മനുഷ്യനല്ല. അപ്പോൾ ഒരു സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ സെൻസിൽ അയാൾ എടുക്കുമായിരുന്നു. അതും ഒരു വിഷയം നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീക്രട്ട് ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ആദില പുറത്തേക്ക് പോയി. പിന്നെ തിരിച്ച് ബിഗ് ബോസ് വീണ്ടും പറയാണ് തിരിച്ചു പോകാമെന്നൊക്കെ. എന്നിരുന്നാൽ കൂടിയും ആ ഒരു ടൈമിൽ പോലും വാശിയും വൈരാഗ്യം വെച്ച് പുലർത്തി തന്നെയാണ് ആദില മുന്നോട്ട് പോയത്. നൂറയും അതുപോലെ തന്നെയാണ്. പുള്ളി ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ മടിച്ചു നിന്നപ്പോൾ വീണ്ടും ആദില എക്സ്പോസ്ഡ് ആവുകയാണ് ചെയ്തത്. പക്ഷെ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് കൊണ്ട് ആദില ആരാണ്, നൂറ ആരാണെന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്ര അധികം ദ്രോഹിച്ചിട്ടും ഇയാൾ ഈ ഒരു സ്നേഹം ഇവർക്ക് വീണ്ടും കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഇദ്ദേഹം അനീഷിന് കൊടുക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതോ ഞാൻ പറയുന്നത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആദിലയ്ക്കും നൂറയ്ക്കും ഷാനവാസിനോട് റിയൽ ലവ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആദിലയും നൂറയും നല്ല വ്യക്തികളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?